നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കൃഷ്ണമോൾ ആഹാരം കഴിക്കാൻ ബബിതയും രോഹിത്തിനെയൊന്നും വിളിച്ചെങ്കിലും അവര് വരാനൊന്നും കൂട്ടാക്കിയില്ല. പിന്നീട് അലീന ബാലേന്ദ്രനുള്ള ആഹാരമൊക്കെ ആയിട്ട് മുറിയിലേക്ക് കയറി ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, ആഹാ ഇന്നെന്താ സ്പെഷ്യല്? ചപ്പാത്തിയും ചിക്കൻ കറിയാ എന്ന് പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രൻ പോയി കയ്യെ കഴുകിയിട്ട് വന്ന് പാത്രമൊക്കെ തുറന്നു നോക്കി. നല്ല സ്മെല്ലുണ്ട്. സ്മെല്ലടിച്ചാൽ തന്നെ കഴിക്കാൻ തോന്നുന്നു പറയണം. അങ്ങനെ ബാലേന്ദ്രൻ പ്ലേറ്റിനകത്തേക്ക് ചപ്പാത്തിക്ക് എടുത്തു വെക്കണ സമയത്ത് അലീന പറഞ്ഞു, അച്ഛാ എന്താ മോളെ, എന്തോ കാര്യം പറയാനുണ്ടല്ലോ. അത് പിന്നെ താഴെ ആരും ആഹാരം കഴിക്കണില്ല. ആരും കഴിക്കണില്ലേ? എല്ലാവരും നിരാഹാര സമരമാണോ എന്ന് ചോദിച്ചു. അല്ല, കൃഷ്ണമോള് മാത്രം കഴിക്കുന്നുണ്ട്, ബാക്കി ആരും കഴിക്കാൻ തയ്യാറാകുന്നില്ല. ഞാൻ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള ആഹാരം തയ്യാറാക്കിയത്. വേണ്ടാത്തവര് കഴിക്കണ്ട, അതിന് മോൾ എന്തിനാ സങ്കടപ്പെടുന്നേ? എന്നാലും അവരാഹാരം കഴിക്കാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാച്ചാ. അതിന് മോള് വിഷമിക്കേണ്ട കാര്യമില്ല. അതെ, ഇത്ര വില കൂടിയ തീരുമേശയിൽ ആഹാരം വിളമ്പി വെച്ചിട്ടേ വിശക്കുന്നതിന് മുന്നിൽ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് കെഞ്ചേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് വിശക്കുമ്പോൾ അവർ കഴിച്ചോളും. എന്നാലും വെച്ചാൽ അവർ കഴിക്കാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എന്തിനാ മോളെ? ഇതുപോലെ അഹങ്കാരം കാണിക്കുന്നവരൊക്കെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടേ യാചിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് ആഹാരത്തിന്റെ വില എന്താണെന്ന് അറിയത്തില്ല. അത് വിശന്ന് കഴിയുമ്പോൾ താനെ മനസ്സിലായിക്കോളും എന്ന് പറയണം. അതിന് മോൾ അവരുടെ മുന്നിൽ കഞ്ചേണ്ട കാര്യമില്ല. അവർക്ക് വിശപ്പുണ്ടെ അവർക്ക് കഴിക്കാം. നമുക്ക് വിശപ്പുള്ളപ്പോൾ നമ്മൾ കഴിക്കുമെന്ന് പറയണ. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അവർ കഴിക്കാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്. പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല മോള് കഴിച്ചോ? കഴിച്ചില്ല, എങ്കിൽ മോള് പോയി കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അലീന താഴേക്ക് ഇറങ്ങി പോണ സമയത്ത് ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുവാണ്. കാരണം തീന്മേശന്ന് ആഹാരം തട്ടിയെറിഞ്ഞവനാണ് രോഹിത്. അവൻ അതിന്റെ വില എന്താണെന്ന് അറിയത്തില്ല. കാരണം അത് എത്ര കഷ്ടപ്പെട്ടാണ് താന് അതൊക്കെ ചെയ്തു കൊടുക്കണേന്ന്. പക്ഷെ അവൻ വിലയൊക്കെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും എന്നൊക്കെ ബാലേന്ദ്രന്റെ മനസ്സിലും ഉണ്ടായി. പിന്നീട് അലീന രേവതിക്കുട്ടിയെ വിളിക്കുവാണ്. അപ്പോഴേക്കും രേവതിക്കുട്ടി ചോദിച്ചു, ആഹാ ഇതേ അലീന ചേച്ചിയോ? അല്ല ഇതേതാ ഈ നമ്പര്? അതെ, എനിക്ക് ഇവിടുത്തെ ബാലേന്ദ്ര സാറ് വാങ്ങി തന്നാന്ന് പറയണ. അതൊക്കെ പോട്ടെ, അലീന ചേച്ചി അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അവിടുത്തെ ചേച്ചിയെ ഇറക്കി വിട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എത്രമാത്രം ടെൻഷനായെന്നറിയോ? ചേച്ചി എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ലാതെ ആകെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ആ സമയം അലീന പറഞ്ഞു, അതൊക്കെ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ കുറെ കഥകളുണ്ടെന്ന് പറയണം. കുറെ കഥകളോ? അതെന്താന്ന് വെച്ചാൽ പറ. അതെ, സമയ സന്ദർഭം പോലെ പറയാം. അല്ല ചേച്ചി അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് പിന്നെയോ? ഇറക്കി വിട്ടിട്ട് എന്നെ അതേപടി തന്നെ തിരിച്ചു കൊണ്ടുവന്നു ഇവിടുത്തെ കൃഷ്ണമോളും ബാലേന്ദ്ര സാറെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് രേവതിക്കുട്ടി പറഞ്ഞു, അത് ശരിയാ, അതൊരു നല്ല കാര്യം തന്നെ. എന്താണെങ്കിലും അവിടുത്തെ മാണത്തിന് നല്ലൊരു തിരിച്ചടിയാണല്ലോ കിട്ടിയിരിക്കുന്നത്. ആ സമയം അലീന പറഞ്ഞു, അത് പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ. അടുത്ത ആഴ്ച മിക്കവാറും ഞാൻ അങ്ങോട്ടേക്ക് വരുമായിരിക്കും. അടുത്ത ആഴ്ച എന്തിനാ ചേച്ചി ആക്കുന്നേ? ചേച്ചി ഒരു കാര്യം ചെയ്യുക, ഈ ആഴ്ച തന്നെ പോരെ? വേണമെങ്കിൽ ഇന്ന് തന്നെ പോരാൻ പറയണം. ഇന്ന് വരാൻ പറ്റില്ല. അതെന്താ? ഇന്നേ എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടെന്ന് പറയാം. ഓഹോ, അപ്പൊ ചേച്ചിക്ക് ഭയങ്കര തിരക്കും കാര്യങ്ങളല്ലേ? ചേച്ചി വരുമായിരുന്നെങ്കിൽ ഞാൻ ലീവ് എടുത്ത് ഇവിടെ ഇരിക്കുമായിരുന്നു, കോളേജിൽ പോകാതെ. അമ്പടി, അങ്ങനെ ലീവ് ഒന്നും എടുത്ത് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. മാമച്ചനെങ്കിലും ഗ്രേസമാൻ്റെ നിന്നെ അത്ര സന്തോഷത്തോടുകൂടിയല്ലേ പഠിപ്പിക്കണേ. അപ്പൊ നീ പഠിച്ച് നല്ല മാർക്ക് മേടിക്കണം. ദേ, അവർ നിന്നെ കഷ്ടപ്പെട്ട് പഠിക്കാൻ വിടുമ്പോൾ അതിൻ്റെതായ പ്രയോജനം നീ അവർക്കൊണ്ട് ചെയ്തു കൊടുക്കണ്ടേ? ഒന്നുമല്ലേലും നന്നായിട്ട് പഠിക്കുമെങ്കിലും വേണ്ടേ? അതൊക്കെ ഞാൻ പഠിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിലെ ആഗ്രഹമുണ്ട്. ചേച്ചി ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിലേ ചേച്ചിയെ വിട്ട് പഠിപ്പിക്കും. എന്നെക്കാളും നല്ല ബുദ്ധിയുള്ള ആളല്ലേ ചേച്ചി. ചേച്ചിന് നല്ല ഒരു IAS കാരിയാക്കുമെന്ന് പറയണം പഠിപ്പിച്ച്. IAS കാര്യോ? അതേന്നേ, IAS കാരിയാൻ ചേച്ചിനെ പഠിപ്പിക്കുകയും ചെയ്യും. ഞാൻ പറയാം ഗ്രേസമാരിയോടും മാമച്ചനങ്ങളോടും ഒക്കെ, ചേച്ചി പഠിച്ച് പാസ്സായി എസ്കോട്ടോട് കൂടിയിട്ട് പാലായിലെ കളക്ടറായിട്ട് അങ്ങോട്ട് ചെല്ലണം. പാലായിലെ കളക്ടറോ? നീ എന്തൊക്കെയാടി പറയണേ? അല്ല, പാലായ എവിടെ ഇരിക്കുന്നോ ആ ജില്ലയിലെ കളക്ടർ എങ്ങനെന്താ? അത് പോരേന്ന് ചോദിക്കാം. എന്നിട്ട് പറയണം, നിങ്ങൾ എന്നെ പ്രസവിച്ച് തെരുവിൽ ഉപേക്ഷിച്ച് കളഞ്ഞാ തള്ളേന്നും പറഞ്ഞുകൊണ്ട് ആ മുന്നിൽ ചെന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ, ഇത് പറയാനും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ല ഞാൻ വേറെ കാര്യം പറയാൻ വേണ്ടി വിളിച്ച. എന്താ? ഇവിടുത്തെ പ്രശ്നങ്ങൾ എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് എനിക്ക് അറിയത്തില്ല മോളെ. കാരണം ഇപ്പോഴും സാറും മാഡം തമ്മിൽ നല്ല പ്രശ്നത്തിലാണ്. അപ്പോൾ അവർ തമ്മിലുള്ള വഴക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതിയാവുള്ളൂ. അതിന് കുറച്ച് ദിവസം എനിക്ക് മാറി നിൽക്കണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ മോളോട് പറഞ്ഞത്. അങ്ങോട്ടേക്ക് എങ്ങനെ വരുവാണെങ്കിൽ കുറച്ച് ദിവസം മാറി നിൽക്കുവാണെങ്കിലേ ചേച്ചി എന്നാ വരുന്നതെന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിലും ചേച്ചി ഇവിടെ വരുവാണെന്ന് അറിയുവാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും സന്തോഷമാവും. ഇപ്പം ചേച്ചിക്ക് പഴയതുപോലെ ഒന്നും അല്ലോ, ഫോണുണ്ടല്ലോ. ഇനി ആരെങ്കിലും ചേച്ചി ഉപദ്രവിക്കാൻ വരുമോ മറ്റോ ചെയ്യുവാണെങ്കിൽ ചേച്ചി അപ്പം വിളിച്ചു പറഞ്ഞാൽ മതി. ഞങ്ങൾ ഓൺ ദി സ്പോട്ട് ചേച്ചിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരും. ചേച്ചിയെ കൂട്ടിക്കൊണ്ട് ഞങ്ങളിങ്ങോട്ട് പോന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ്
രേവതിക്കുട്ടി കോള് കട്ട് ചെയ്യുന്നത്. പിന്നീട് രാജീവൻ ഷട്ടിൽ കോർട്ടിലാണ്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശിവശങ്കറിന്റെ കോള് വരുന്നത്. പക്ഷെ രാജീവൻ അത് അറിഞ്ഞില്ല. വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനാണ് രാജീവൻ ബെല്ല് കേൾക്കുന്നത്. അങ്ങനെ രാജീവ് വന്ന് കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ ശിവശങ്കർ ചോദിച്ചു, നീ ഇത് എവിടെയായിരുന്നടാ? അത് പിന്നെ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പറയണ. എടാ രാജീവ, നമുക്ക് നാട്ടിലേക്കൊന്ന് പോകണ്ടേ? എൻ്റെ ശിവേട്ട, നാട്ടിലേക്ക് പോയിട്ട് എന്താവാനായിട്ടാ? ഞാനൊന്ന് പോയിട്ട് വന്നേള്ളൂ. എടാ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വൈജയന്തിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? ഞാനാണെങ്കിൽ അവൾക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു, ഞാൻ വന്ന് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാന്ന്. അത് ശിവേട്ട, അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നും അല്ലാന്ന് പറഞ്ഞു. എടാ എങ്ങനെയാണെങ്കിലും ശരി, കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ മതിയാവുള്ളൂ. ഗംഗേട്ടനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല, അല്ലെങ്കിലും വിളിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. ഗംഗേട്ടന് ആ ബാലേന്ദ്രനോടൊപ്പം, അതുകൊണ്ട് പിന്നെ ഗംഗേട്ടനെ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ രണ്ടും എത്രയും പെട്ടെന്ന് പോകണം. നിന്റെ ലീവും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം എനിക്ക് ഇവിടെ ലീവ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോഴേക്കും രാജു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, എന്ത് വേണം, നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നീട് അലീന ബാലേന്ദ്രന്റെ മുറിയിലേക്ക് വന്നു. ഈ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു, എന്തോ എന്നോട് പറയാനുണ്ടല്ലോ. അപ്പോഴത്തേക്ക് അലീന പറഞ്ഞു, അത് പിന്നെ ഞാൻ എറണാകുളത്തേക്ക് പോയിക്കോട്ടെ. എറണാകുളത്തിനെന്ന് പറഞ്ഞ് എന്ന്? അത് പിന്നെ മറ്റന്നാൾ പോയിക്കോട്ടെ. മറ്റന്നാൾ പോയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. അത് കേട്ട് ഞാൻ ബാലേന്ദ്രൻ ഒന്ന് ആലോചിച്ചു. ഓക്കെ ശരി, പോയിട്ട് വരാൻ പറയണ. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ രേവതിക്കുട്ടിയെ വിളിച്ചു പറഞ്ഞോളാം പറയണ. അങ്ങനെ ഓക്കെ ഡാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അലീന അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. പിന്നീട് കൊല്ലപ്പള്ളി വീട്ടിലേക്ക് രാജീവനും ശിവശങ്കരനും കൂടെ വരുവാണ്. അങ്ങനെ അവർ വന്ന് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കമല ചോദിച്ചു, ആഹാ രണ്ടുപേരും എത്തിയോ? അല്ല എങ്ങനെയുണ്ടായിരുന്നു ശിവേട്ട യാത്രയൊക്കെ? സുഖമായിരുന്നൊക്കെ പറയണ. അങ്ങനെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേനും കമല ചോദിച്ചു, അല്ല നിങ്ങളുടെ പ്ലാൻ എന്താന്ന് ചോദിക്കുകയാണ്. പ്ലാനോ? വൈജയെ വിളിക്കണം, അവളോട് സംസാരിക്കണം. എങ്കിൽ പിന്നെ ഇനിയിപ്പം നീട്ടി വെക്കേണ്ട കാര്യമില്ലാന്ന് ശിവശങ്കരൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ അവളെ വിളിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ രാജീവും കമലയെ വിളിക്കുക. രാജീവൻ വൈജയെ വിളിക്കുകയാണ്. വൈജയെ വിളിച്ചിട്ട് കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വരാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അതിനുശേഷം അവർ നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്കാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി മോൻ വീർപ്പിച്ചിരിക്കുന്നുണ്ട്. ആ സമയം രാജീവൻ പറഞ്ഞു, അമ്മ എന്തിനമ്മേ മോൻ വീർപ്പിച്ചിരിക്കുന്നത്? അമ്മ എങ്ങും നോക്കാൻ പറയണം. നോക്കിയിട്ട് എന്താവാനാടാ? ശിവശങ്കർ പറഞ്ഞു, അമ്മ അങ്ങോട്ട് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ. അതെ, ഞാൻ വിളിച്ചിട്ട് വന്നെന്ന് പറയണ്ട. ദേ നീ ആ വൈജയുടെ പ്രശ്നം തീർക്കാനായിട്ട് വന്നല്ലേ? എൻ്റെ അമ്മേ, വൈജയുടെ പ്രശ്നം തീർക്കാതിരിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മുമ്പ് രാജീവ നീ വന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ചെറുതല്ല, അറിയാലോ. ആ പാവം പിടിച്ച പെണ്ണിനെ നീയെ ദ്രോഹിച്ചു. ഈ തവണ വന്നെന്നും കരുതിയിട്ട് അവിടെ ദ്രോഹിക്കാണെന്നും പോയേക്കല്ല, അറിയാലോ. അപ്പോഴേക്കും രാജീവൻ പറഞ്ഞു, കണ്ടില്ലേ അമ്മയ്ക്ക് ഇപ്പോഴും ആ പെങ്കൊച്ചിനോട് താല്പര്യം കൂടുതൽ. എടാ ആ പെങ്കൊച്ച് കാരണം ഞാനിപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നത്, അറിയാലോ. അല്ലെങ്കിൽ ഇപ്പം പണ്ടേ മുകളിലേക്ക് പോണ്ട. പിന്നെ എല്ലാവരും കൂടെ എന്നെ ഇവിടെ കൊണ്ടേ തള്ളിയില്ലേ, ഒടുവിൽ ഇവിടെ ഞാൻ കിടക്കുമല്ലേ. അപ്പോഴേക്കും രാജീവൻ പറഞ്ഞു, രാജീവൻ പറഞ്ഞു, അല്ലമ്മ അമ്മയ്ക്ക് എന്താ ഇവിടെ ഒരു പ്രശ്നം? പ്രശ്നം എന്താന്ന് ഇത് നിന്റെ ചേട്ടനോട് ചോദിച്ചു നോക്ക്. അവന്റെ ഭാര്യ തന്നെ പ്രശ്നം. കമല എന്നെ നേരാമണ്ണം നോക്കുന്നുണ്ടോ? ഞാൻ ഈ വീട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ പണ്ടേ തന്നെ മരിച്ചു പോയാനും. ആ പെങ്കൊച്ചുള്ളതുകൊണ്ട് മാത്രം എനിക്ക് എങ്ങനെയെങ്കിലും ആ കടപ്പാട്ട് വീട്ടിലേക്കൊന്ന് പോയാൽ മതി. ശിവശങ്കരൻ പറഞ്ഞു, അമ്മയൊന്നും വിഷമിക്കാതിരിക്കുക. എന്താണെങ്കിലും അവളെ ആ വീട്ടിൽ നിന്ന് അടിച്ചു ഇറക്കി വിടുന്നതോട് കൂടിയിട്ട് വൈജയം ബാലേന്ദ്രൻ നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ തീരും. പിന്നെ അമ്മയെ അവിടെ കൊണ്ടുവിടാം. അമ്മയ്ക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാൻ ചെയ്യാം. എടാ എന്നും പറഞ്ഞുകൊണ്ട് ആ പെങ്കൊച്ചിനെ ഉപദ്രവിക്കാനൊന്നും പോയേക്കില്ല. നിന്റെയൊക്കെ കാര്യമായതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. അതൊരു പാവം പിടിച്ച പെങ്കൊച്ചാടാ. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ത് ചെയ്യണമെന്ന്. എന്താണെങ്കിലും അത്ര ദൂരെ നിന്ന് ഇവിടം വരെ വന്നല്ലേ, ഇതങ്ങനെ വെറുതെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വൈജ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വന്നു. അങ്ങനെ വന്നു ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും എപ്പോൾ എത്തി? കുറച്ച് സമയം ആയെന്ന് പറയണം. അതിനുശേഷം അവർ സംസാരിക്കണ സമയത്ത് വൈജ പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും അവളുടെ ശല്യം ഒന്ന് ഒഴിവാക്കി കിട്ടിയാൽ മതി. ശിവശങ്കരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവളെ ഇറക്കി വിടാമെന്ന് പറയണം. രാജീവൻ പറഞ്ഞു, മുമ്പ് ഞാനൊന്ന് ഇറക്കി വിട്ടതാ, പക്ഷേ ആ ബാലേന്ദ്രൻ വീണ്ടും പോയി കൂട്ടിക്കൊണ്ടു വന്നു. ഇത്തവണ അങ്ങനെയല്ല, അയാളുടെ മുന്നിൽ കൂടെ കയ്യെ പിടിച്ച് ഇറക്കി വിടണമെന്ന് പറയണം. വൈജയന്തി പറഞ്ഞു, അതാ എൻ്റെ ആഗ്രഹം. ബാലേന്ദ്രൻ നോക്കി നിൽക്കെ വേണം. ബാലേന്ദ്രൻ്റെ മുന്നിൽ കൂടെ അവളെ കയ്യെ പിടിച്ച് ഇറക്കി വിടാനായിട്ട്. അപ്പോഴേക്കും ശിവശങ്കരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യാം, നമുക്ക് വേണ്ടുന്ന ആൾക്കാരെയൊക്കെ കൂട്ടാം. രാവണ്യമ്മാവൻ്റെ മക്കൾ വന്നിട്ടുണ്ട്, അപ്പം അവരെയും കൂടെ ഞാൻ വിളിക്കാം. ആ സമയത്ത് കമല പറഞ്ഞു, എൻ്റെ ആങ്ങളുടെ മകനുണ്ട്, അവനോടും കൂടെ ഞാൻ പറയാം. അങ്ങനെ അവർ വേണ്ട ആൾക്കാരെയൊക്കെ കൂട്ടുവാണ്. പിന്നീട് വൈജയന്തി പറഞ്ഞു, ആരെയൊക്കെ കൂട്ടിയാലും പ്രശ്നമില്ല, എനിക്ക് അവളുടെ ശല്യം ഒന്ന് ഒഴിവായി കിട്ടിയാൽ മതി. രാജീവൻ പറഞ്ഞു, ശല്യം ഒഴിവായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
പിന്നെ അറിയാലോ ബാലേന്ദ്രന്റെ സ്വഭാവം. ബാലേന്ദ്രൻ ചിലപ്പോൾ നിന്നോട് ദേഷ്യമാവും. എത്ര ദേഷ്യപ്പെട്ടാലും പ്രശ്നമില്ല. ചിലപ്പോൾ മുഖം വെറുപ്പിച്ചിരുന്നോട്ടെ, ഈ ജന്മം മുഴുവൻ എന്നോട് മിണ്ടാതിരുന്നാലും പ്രശ്നമില്ല. അവൾ ആ വീട്ടിൽ നിന്ന് പോയാൽ മാത്രം മതി. വൈജയന്തിക്ക് ആ ഒരു ചിന്ത മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും കമല പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വല്ല പഞ്ചായത്ത് പ്രസിഡന്റിനെയോ അങ്ങനെ ആരെയൊക്കെ കൂട്ടേണ്ട കാര്യമുണ്ടോ അവളെ ഇറക്കി വിടാനായിട്ട്? അവരും കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ബലമല്ലേ. ആ സമയത്ത് ശിവശങ്കരൻ പറഞ്ഞു, നമുക്ക് നോക്കാം. ഒരു കാര്യം ഉറപ്പാ, നമ്മളെല്ലാവരും കൂടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അയാൾ ശരിക്കും ഒന്ന് പതറും. അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രനെതിരെ ഗൂഢാലോചനകളൊക്കെ നടത്തുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.